കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ മാസ്കുകളുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. വ്യക്തിഗത സുരക്ഷയും ഉറവിട നിയന്ത്രണവും ഉറപ്പാക്കേണ്ടവയാണ് ഓരോ മാസ്കുകളും. ഫിറ്റ്, ഫ്ലെക്സിബിലിറ്റി, ബ്രീത്തബിലിറ്റി, ഇൻഫ്ലേമബിലിറ്റി തുടങ്ങിയ ഒരുപാട് മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് ഓരോ മാസ്കുകളും വിപണിയിലെത്തേണ്ടത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി. ഡെൻ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് N95 മാസ്കുകളിലെ പ്രത്യേകത എന്താണ്, അവ ഏതെല്ലാം തരമുണ്ട്, ഇവ വീണ്ടും ഉപയോഗിക്കാമോ, നമുക്ക് കിട്ടുന്ന മാസ്കുകളെല്ലാം ഒറിജിനലാണോ അതോ വ്യാജന്മാരാണെങ്കിൽ എങ്ങനെ കണ്ടെത്താം, ഇവ ഡിസ്പോസൽ ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അമേരിക്കൻ സയൻറ്റിസ്റ്റായ പീറ്റർ തായാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇവയ്ക്ക് 0.3 മൈക്രോൺ മുതലുള്ള 95% ഓയിൽ അല്ലാത്ത എല്ലാ പാർട്ടിക്കിളിനെയും ഫിൽട്ടർ ചെയ്യാൻ കഴിയും. പോളിപ്രൊപ്പിലീൻ ലെയറിനുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജാണ് ഫിൽട്രേഷന് സഹായിക്കുന്നത്. ഇവയെ ഫിൽറ്ററിംഗ് ഫേസ് പീസ് എന്നും പറയുന്നുണ്ട്. ഇവ ഒരുതരം റെസ്പിറേറ്ററുകളാണ്. ഇതിൽ FFP2 N95 സമാനമാണ്. അതുപോലെ FFP3 N99 സമാനവുമാണ്. ഇവയ്ക്ക് 99% പാർട്ടിക്കിളിനെ ഫിൽട്ടർ ചെയ്യാൻ കഴിയും. അതേപോലെ N100 ഇവയ്ക്ക് 99.7% പാർട്ടിക്കിളിനെ ഫിൽട്ടർ ചെയ്യാൻ കഴിയുന്നവയാണ്. ഇനി ഏതെല്ലാം തരം N95 മാസ്കുകളുണ്ടെന്ന് നോക്കാം. സി ടൈപ്പ് ആൻഡ് ഡക്ബിൾ ടൈപ്പ്. 2002 സാർസ് ഔട്ട്ബ്രേക്ക് വന്നപ്പോഴാണ് WHO N95 മാസ്കുകൾ പ്രചാരത്തിൽ കൊണ്ടുവന്നത്. അതിനുശേഷം 2008 ഇൻഫ്ലുവൻസ വൈറസ് വന്നപ്പോഴും ഇത് വളരെയധികം ഉപയോഗിച്ചു. കൊറോണയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഹെൽത്ത് വർക്കേഴ്സ് ആയിരുന്നു കൂടുതലും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വിപണികളിൽ ഇത് ഒരുപാട് കിട്ടാനുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് വ്യാജന്മാരുമുണ്ട്. എങ്ങനെയാണ് ഈ വ്യാജന്മാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? ഒരു ഒറിജിനൽ, അതായത് അപ്രൂവ്ഡ് ആയിട്ടുള്ള N95 മാസ്കുകൾ NIOSH സർട്ടിഫൈഡ് ആയിരിക്കണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആണ് NIOSH. നമ്മുടെ ഇന്ത്യയിൽ BIS, അതേപോലെ ചൈനയിൽ K95, അതേപോലെ ഓസ്ട്രേലിയയിൽ P2, ജപ്പാനിൽ D2, ഇതെല്ലാം ഇതിന് സമാനമാണ്. US-ലെ സർട്ടിഫിക്കേഷൻ അതോറിറ്റിയായ NIOSH അപ്രൂവ്ഡ് മാസ്കിൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെയുള്ള മാർക്കിങ്സ് ഉണ്ടായിരിക്കണം. അതായത് മാനുഫാക്ചറിൻ്റെ നെയിം വേണം, എക്സ്റ്റീരിയർ മാർക്കിംഗ് ആയിട്ട് TC നമ്പർ വേണം, അതേപോലെ എത്ര ഫിൽട്രേറ്റ് ഡെസിഗ്നേഷൻ ഉണ്ടെന്ന്, എത്ര മൈക്രോണിന് താഴെ ഫിൽട്ടർ ചെയ്യുമെന്ന് കാണിക്കണം. അതേപോലെ അതിൽ ലോട്ട് നമ്പറും TC നമ്പറും കോണ്ടാക്ട് നമ്പറും ഉണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരു NIOSH അപ്രൂവ്ഡ് 3M ഒരു മാസ്ക് ആണ്. അപ്പോൾ ഇതിൽ NIOSH എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. NIOSH തന്നെ ആയിരിക്കും അതിൽ എഴുതിയിട്ടുള്ളത്. അതേപോലെ മാനുഫാക്ചറിൻ്റെ നെയിമാണ് 3M. അതേപോലെ അതിൻ്റെ മോഡൽ നമ്പറാണ് 8210. അതേപോലെ TC നമ്പർ അതെന്താണെന്ന് ഞാൻ പറയാം, അത് എഴുതിയിട്ടുണ്ട്. അതേപോലെ ബാച്ച് നമ്പർ, ലോട്ട് നമ്പർ ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ എത്ര മൈക്രോൺ പാർട്ടിക്കിൾസിനെ ഫിൽട്ടർ ചെയ്യും, എത്ര ശതമാനം എന്ന് കാണിക്കുന്ന N95 എന്നും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മാസ്ക് NIOSH അപ്രൂവ്ഡ് ആണോ എന്ന് അതിൻ്റെ TC നമ്പർ ഉപയോഗിച്ചാണ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ ഇൻഡെക്സ്, ഏത് മാനുഫാക്ചർ ആണ്, ഇത് കറക്റ്റായ മാനുഫാക്ചർ ആണോ എന്നറിയാൻ അത് ഇൻഡെക്സ് പോയി നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. CDC വെബ്സൈറ്റിൽ കയറി മാസ്കിലുള്ള TC നമ്പർ ടൈപ്പ് ചെയ്യുക. TC നമ്പർ കറക്റ്റ് ആണെങ്കിൽ മാനുഫാക്ചർ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യും. അപ്രൂവൽ നമ്പറിൽ പ്രസ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. CDC വെബ്സൈറ്റിൽ അപ്രൂവ്ഡ് മാനുഫാക്ചേഴ്സിൻ്റെ ലിസ്റ്റ് ലഭ്യമാണ്. ഇൻഡെക്സിൽ പോയി അക്ഷരം സെലക്ട് ചെയ്താൽ ലിസ്റ്റ് കാണാവുന്നതാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ വേറൊരു മാസ്ക് ആണ്. ഇതിൻ്റെ മുകളിൽ NIOSH എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മാനുഫാക്ചറിൻ്റെ നെയിം ഇല്ല, അതേപോലെ ഇതിന് മുകളിലൊരു TC നമ്പർ ഇല്ല. അതായത് ഇതൊരു ഫേക്ക് മാസ്ക് ആണ്. കഴിഞ്ഞ ദിവസം 3M വാങ്ങിയതിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്താണ് ഇത് വാങ്ങിച്ചത്. എന്നിട്ടും ഇതൊരു കറക്റ്റ് മാസ്ക് അല്ല. അപ്പം നമുക്കിത് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ തരുന്നില്ല. അതേപോലെ വേറൊരു മാസ്ക് ആണിത്. ഇതിൻ്റെ മുകളിൽ യാതൊരു അപ്രൂവലും ഒന്നും എഴുതിയിട്ടില്ല. FDA അപ്രൂവ്ഡ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒരു നമ്പറോ കാര്യങ്ങളോ ഇതിലില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ C ടൈപ്പ് മാസ്ക് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ C ടൈപ്പ് മാസ്കിൽ 2 തരമുണ്ട്. ഇയർ ലൂപ്പ് ഉള്ളതുണ്ട്, അതാണ് ഈ കാണുന്നത് ഇയർ ലൂപ്പ് ഉള്ള തരം. അതേപോലെ ഇത് ഹെഡ് ലൂപ്പ് ഉള്ളതാണ്. N95 മാസ്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം.
ആദ്യം കൈകൾ സാനിറ്റൈസ് ചെയ്യുക. അതിനുശേഷം മാസ്ക് കവറിൽ നിന്നെടുത്ത് ഈ രീതിയിൽ മുഖത്തോട് ചേർത്ത് പിടിക്കുക. അതിനുശേഷം മുകളിലത്തെ സ്ട്രാപ്പ് തലയുടെ മുകൾ ഭാഗത്തായിട്ട് വെക്കുക. അതിനുശേഷം ഈ താഴത്തെ സ്ട്രാപ്പ് ചെവിയുടെ അടിയിൽ വരുന്ന രീതിയിൽ ഇടുക, ഈ രീതിയിൽ. അതിനുശേഷം ഈ നോസ് ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെ അത് ലീക്കൊന്നുമില്ല. അപ്പോൾ താടി രോമം ഉള്ളവരിലാണെങ്കിൽ ഇതിൻ്റെ സംരക്ഷണം അപൂർണമായിരിക്കും. മാസ്ക് ധരിച്ചതിന് ശേഷം ഈ രീതിയിൽ മാസ്ക് കവർ ചെയ്ത് പിടിക്കുക. അതിനുശേഷം ശക്തിയായി ശ്വാസം എടുത്തിട്ട് പുറത്തേക്ക് വിടുക. അപ്പോൾ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ, അതേപോലെ സീൽഡ് ആണോ എന്ന് പരിശോധിക്കുക. അല്ലെങ്കിൽ ഈ ഇയർ ലൂപ്പോ അല്ലെങ്കിൽ ഹെഡ് സ്ട്രാപ്പോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ റിമൂവ് ചെയ്യേണ്ടതാണെങ്കിൽ ആദ്യം ഈ താഴത്തെ സ്ട്രാപ്പ് ഈ രീതിയിലെടുത്ത് അതേപോലെ മുകളിൽ ഈ രീതിയിലാണ് ഇത് റിമൂവ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതൊരു കവറിലിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇടയിൽ ഗ്യാപ്പ് വരുമ്പം പൊതുവെ ചിലർ കാണാറുണ്ട് ഈ മാസ്ക് എടുത്ത് പോക്കറ്റിൽ വെക്കുന്നു, പുറത്ത് വെക്കുന്നു. അതൊന്നും ചെയ്യാൻ പാടില്ല. കഴിയുന്ന ഒരു പേപ്പറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ ഇട്ട് വെക്കുക. അതിനുശേഷം വീണ്ടും കൈകൾ സാനിറ്റൈസ് ചെയ്യുക. സാധാരണയായി N95 മാസ്കുകൾ സിംഗിൾ യൂസിൽ ഉപയോഗിക്കാനുള്ളവയാണ്. എന്നാൽ ഇതിൻ്റെ ക്ഷാമം വന്നപ്പോൾ എയിംസിൽ കൂടുതൽ പഠനം നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് 72 മണിക്കൂറിന് ശേഷം ഇവ ഉപയോഗിക്കുകയാണെങ്കിൽ വൈറസിൻ്റെ സാന്നിധ്യം ഇല്ല എന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ, അതായത് ഒരു കണ്ടാമിനേഷൻ, ബ്ലഡ് ഇല്ല, അതേപോലെ കൂടുതൽ വൃത്തികേടായിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ 72 മണിക്കൂറിന് ശേഷം ഉപയോഗിക്കാം. അതിനായിട്ട് ഉപയോഗിച്ച മാസ്ക് ഇതുപോലുള്ള ഒരു പേപ്പർ ബാഗിൽ ഇട്ട് വയ്ക്കാം. അതിനുശേഷം അവിടെ ഒന്നാമത്തെ ദിവസത്തെ മാസ്ക് അങ്ങനെ രേഖപ്പെടുത്താം. അങ്ങനെ രണ്ടാമത്തെ മാസ്ക്, അങ്ങനെ 5 മാസ്ക് വാങ്ങിയിട്ട് ഒന്നാമത്തെ ദിവസത്തെ മാസ്ക് വീണ്ടും 6ാമത്തെ ദിവസവും, അതുപോലെ രണ്ടാമത്തെ ദിവസത്തെ മാസ്ക് 7ാമത്തെ ദിവസവും അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെ ഒരു 4-5 മാസ്ക് വെച്ചിട്ട് ഒരു മാസം ഉപയോഗിക്കാൻ കഴിയും. ഈ മാസ്കിൻ്റെ കവർ കുട്ടികൾക്ക് കിട്ടാത്ത ഭാഗത്തായിരിക്കണം ഈ മാസ്കിൻ്റെ കവർ വെക്കുന്നത്. അപ്പോൾ അത് വീണ്ടും ഉപയോഗിക്കുമ്പോൾ വീണ്ടും കൈകളെല്ലാം വൃത്തിയാക്കി ആ മാസ്കിന് കറക്റ്റ് ഫിറ്റാണോ, അതിന് മോശമൊന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം വീണ്ടും ഉപയോഗിക്കുന്നത്. US-ലെ NIOSH-ന് തുല്യമാണ് ഇന്ത്യയിലെ BIS. ഈ ടെസ്റ്റിങ്ങിനായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ 2 ലാബുകളെ നിയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് DRDO, അത് ഗോളിയോറിലാണ്. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നാണ് ഇത് പറയുന്നത്. അതേപോലെ സിട്ര, അത് കോയമ്പത്തൂരിലാണ്. സൗത്ത് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് റിസർച്ച് അസോസിയേഷനാണ് ഇത്. ഇവയാണ് ഈ മാസ്കുകളിലെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുന്നേ തന്നെ ഈ വാൽവുള്ള മാസ്കുകൾ മുന്നേ തന്നെ, അതായത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വായു വരുമ്പോൾ അതിൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് അസുഖം പരത്താൻ കാരണമാവുന്നത് കൊണ്ട് കഴിഞ്ഞ വർഷം തന്നെ ഇത് നിരോധിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസം പോലും ഞാനൊരു അഭിമുഖത്തിൽ കണ്ടു ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ ദൂഷ്യവശം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. N95 മാസ്കുകൾ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് എത്തിലീൻ ഓക്സൈഡ് ETO സ്റ്റെറിലൈസേഷനും അതേപോലെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വേപ്പേഴ്സ് ഉപയോഗിച്ചും UV ഇറേഡിയേഷനും മൈക്രോവേവ് ഉപയോഗിച്ചുള്ള ഡ്രൈ ഹീറ്റ് ഇറേഡിയേഷനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതൊന്നും നമുക്ക് വീടുകളിൽ പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ പോലെ 3 ദിവസം പേപ്പറിലിട്ട് വെച്ചതിന് ശേഷം ഉപയോഗിക്കുക. അങ്ങനെ 2 വട്ടം ഉപയോഗിച്ച് മോശം ആയി കഴിഞ്ഞൊരു മാസ്ക് ബ്ലീച്ചിങ് സൊല്യൂഷനിൽ ഇട്ടതിന് ശേഷം എടുത്തിട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ ഒരു ആഴമുള്ള കുഴി എടുത്തിട്ട് ഇൻസിനറേഷൻ എന്ന് പറയും, കുഴിച്ചു മൂടുകയോ ആണ് ചെയ്യേണ്ടത്. N95 മാസ്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നോൺ വൂവൺ പോളിപ്രോപ്പിലീൻ പാളികൾ കൊണ്ടാണ്. ഇവയിൽ ഉള്ളിലുള്ള മെൽബ്രോൺ ഫിൽറ്റേഴ്സാണ് ഫിൽട്രേഷന് സഹായിക്കുന്നത്. ഇതിനുള്ളിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ഉണ്ട്. നമ്മൾ ഇതിൽ ആൽക്കഹോളോ എന്തെങ്കിലും കെമിക്കലോ അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ ഇതിനുള്ളിലെ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് നഷ്ടപ്പെടും. അപ്പോൾ ഫിൽട്രേഷൻ്റെ എഫിഷ്യൻസി കുറയും. അതിനാൽ ആരും ഇത് സാനിറ്റൈസ് ചെയ്യോ സോപ്പ് വെള്ളത്തിലിടുകയോ ഒന്നും ചെയ്യരുത്. സന്ദർഭം അനുസരിച്ച് തുണി മാസ്കുകളോ അല്ലെങ്കിൽ N95 മാസ്കുകളോ ഡബിൾ മാസ്കിങ്ങോ ഉപയോഗിക്കാം. ആളുകളില്ലാത്തൊരു സ്ഥലത്തേക്ക് നടക്കാൻ പോവുകയാണെങ്കിൽ തുണി മാസ്ക് മതി. എന്നാൽ രോഗിയെ പരിചരിക്കുമ്പോഴോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ N95 മാസ്ക് ഉപയോഗിക്കാം. ചിലർക്ക് N95 മാസ്ക് ഉപയോഗിക്കുമ്പോൾ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡബിൾ മാസ്കിങ് ഉപയോഗിച്ചാൽ മതി.
എങ്ങനെയാണ് ഡബിൾ മാസ്കിംഗ് ചെയ്യുക എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. മാസ്കും സാമൂഹിക അകലവും സാനിറ്റൈസിങ്ങും ലോക്ക്ഡൗണും കൃത്യമായി പാലിച്ചുകൊണ്ട് നമുക്ക് ഈ മഹാമാരിയെ തുരത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. വിലപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സ്റ്റേ സേഫ്.